നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ വിമർശിക്കുന്നതിനെ ഇസ്ലാമിനെ വിമർശിക്കുന്നതായി പ്രഖ്യാപിക്കുന്നത്. സംഘപരിവാറിന്റെ ഏറ്റവും കടുത്ത വിമർശകരായ CPIM ഒക്കെ സംഘികളാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. പിണറായി തേരേനാം ക്യാമ്പയിൻ ഒന്നും ആരും മറന്നു കാണില്ലെന്ന് കരുതുന്നു. ഇപ്പോൾ വിജയരാഘവനാണ് സംഘിച്ചാപ്പ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. മൗദൂദിസ്റ്റുകളുടെ ഒളിയുദ്ധമാണ് ഈ നടക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ജമാഅത്തെ ഇസ്ലാമി വളരെ സജീവമായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. സജീവമായി നിൽക്കുക എന്നതിനൊപ്പം തന്നെ ഇൻവിസിബിളായി, അതായത് അദൃശ്യമായി നിൽക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയണം. അതുകൊണ്ടാണ് അവരുടെ സജീവ പ്രവർത്തനമൊന്നും അങ്ങനെ കാണാൻ പറ്റാത്തത്. പൂർണ്ണമായും ശക്തിയാർജിക്കുന്നത് വരെ ആ നിലയിൽ പതുങ്ങിയിരിക്കുക എന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമി പരീക്ഷിച്ചിട്ടുള്ള ഒരു തന്ത്രവുമാണ്. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹ്യ പ്രവർത്തനം, സേവനം, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ രൂപപ്പെടുന്ന സർക്കാർ വിരുദ്ധ സമരങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി പിന്നിലുണ്ടാവും. NGOകൾ, ദളിത് മൂവ്മെന്റുകൾ, ഇതര മുസ്ലിം സംഘടനകൾ, അതുപോലെ ചാരിറ്റി ഓർഗനൈസേഷനുകൾ എന്നിവയിലെല്ലാം കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി രഹസ്യമായി സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാറി നിന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും അക്കൗണ്ടബിൾ അല്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഉയ്ഗുർ മുസ്ലിങ്ങളോട് ചൈന സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് കേരളത്തിലെ CPIM മറുപടി പറയണം എന്നുവരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു കളയും. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്ക് അവർ മറുപടി പറയേണ്ടതുമില്ല. രാമായണ വിമർശനം നടത്തുകയും ഒപ്പം ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ വിമർശനാത്മകമായി അവലോകനം ചെയ്യാതിരിക്കുകയും ചെയ്യും. ഗോൾവാൾക്കറുടെ ഹിന്ദുമത രാഷ്ട്രവാദത്തെക്കുറിച്ച് സെമിനാറൊക്കെ നടത്തും. മൗദൂദി സാഹിബിന്റെ സ്വപ്നമായ മതേതര രാജ്യത്തെക്കുറിച്ച് ആരും ചോദിക്കാനും മിണ്ടാനും പാടില്ല. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലൈൻ. ഇസ്ലാമിക മത തീവ്രവാദത്തെ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് ഇസ്ലാമിനെ വിമർശിക്കുന്നതാണ് എന്ന ഒരു നരേറ്റീവ് അവർ വളരെ തന്ത്രപൂർവ്വം ആവിഷ്കരിച്ചതാണ്. RSSനെ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നല്ല, തങ്ങളെ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഈ സംഘിച്ചാപ്പയൊക്കെ കൊടുക്കുന്നത്. മതവിമർശനം നടത്തുന്ന എക്സ് മുസ്ലിങ്ങൾ, യുക്തിവാദികൾ എന്നിവർ മുതൽ രാഷ്ട്രീയ വിമർശനം നടത്തുന്നവർക്ക് വരെ സംഘിച്ചാപ്പയാണ് അടിച്ചു കൊടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്നവർ മതേതരവാദികളും വിമർശിക്കുന്നവർ സംഘികളും എന്ന ബൈനറിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാനത്തെ മൊത്തം മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. തങ്ങൾക്ക് നേരെയുള്ള ഏതൊരു വിമർശനവും ഇസ്ലാമിനെതിരായ ആക്രമണമാണെന്നുള്ള ആഖ്യാനം ഉറപ്പിക്കുക വഴി അതുകൂടിയാണ് അവർ ലക്ഷ്യമിടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒപ്പം ഈ ഇസ്ലാമിക തീവ്രവാദത്തെയും ഒക്കെ വിമർശിക്കുന്നവരെ ഇസ്ലാമോഫോബിക് അല്ലെങ്കിൽ സംഘിച്ചാപ്പ കുത്തുന്നത് വഴി നിശബ്ദരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ സംഘിച്ചാപ്പ ഭയന്ന് നിശബ്ദരായിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിൽ CPIMും RSSും തമ്മിലുള്ള ചരിത്രപരമായ ശത്രുത അറിയാത്തവരായി ആരും കാണില്ല. രാഷ്ട്രീയമായും സായുധമായും കണ്ണൂരിൽ നടന്ന അക്രമ ചരിത്രമൊക്കെ അറിയാത്തവർ ആരും തന്നെ കാണില്ല. അങ്ങനെയുള്ള CPIM നേതാക്കളെയൊക്കെ സംഘികളായി മുദ്രകുത്തുമ്പോൾ നിഷ്പക്ഷമായി ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ വിമർശിക്കുന്നവരെ ഏത് നിലയ്ക്കാണ് അവർ നേരിടുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. CPIM സമം RSS എന്ന പ്രചാരണത്തിൽ സോഷ്യൽ മീഡിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ജമാഅത്തെ ഇസ്ലാമി കേരളയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. അവിടെയുള്ള പ്രചാരണങ്ങൾക്ക് കോൺഗ്രസ്, ലീഗ് പ്രവർത്തകരുടെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ട് എന്നതാണ് വസ്തുത. അവരും SDPIക്കാരുമെല്ലാം ഇപ്പോൾ ഒരേ മുന്നണിയിലാണ് താനും. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇസ്ലാമിനെയോ ഇസ്ലാമിക തീവ്രവാദത്തെയോ വിമർശിക്കരുത് എന്നും അത് RSSന് വളരാൻ വളമാകുമെന്നുമാണ് ഇവർ ആദ്യം സൃഷ്ടിച്ചു വെച്ച ഒരു പൊതുബോധം. വർഗീയത എപ്പോഴും അപകടകരം തന്നെയാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും അപകടം തന്നെ. ഉത്തരേന്ത്യൻ മോഡലിൽ ഒരു കലാപം നടത്താനുള്ള ശേഷിയൊന്നും ഈ കേരളത്തിൽ ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്കും ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹിന്ദുത്വ ഭീകരത പടിവാതിലെത്തിയെന്ന അമിത ഭീതി സൃഷ്ടിച്ച് കടുത്ത ഇസ്ലാമികവൽക്കരണത്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടരും നടക്കുന്നത്.
ഇസ്ലാമിക വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോഴല്ല, മറിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കുമ്പോഴാണ് എല്ലാ വർഗീയതയും ഒന്നിച്ചു വഴിമാറുക എന്ന സാമാന്യ യുക്തി പോലും പ്രയോഗിക്കാതെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ നരേറ്റീവിന് ഓശാന പാടുകയാണ്. കേരളത്തിൽ നിന്ന് നിരവധി യുവാക്കൾ ISSലേക്ക് പോവുകയും അതുപോലെ ജോസഫ് മാഷിന്റെ കൈ പോവുകയും ഒക്കെ ചെയ്തതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ വർഗീയത എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. NDF രൂപപ്പെടുന്നതിന് മുൻപും പിൻപും കേരളത്തിലെ മുസ്ലിം യുവാക്കൾ പ്രതികളായ തീവ്രവാദ കേസുകളുടെ എണ്ണം എടുത്തു നോക്കുക. മുസ്ലിം സമൂഹത്തിന് തന്നെയാണ് ഇത്തരം സംഘടനകൾ ഏറ്റവും ഭീഷണി എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. സിനിമ, സാംസ്കാരിക രംഗം, എഴുത്ത്, പരിസ്ഥിതി സംരക്ഷണം, മാധ്യമ പ്രവർത്തനം എന്നിങ്ങനെ ജമാഅത്തെ ഇസ്ലാമി കേഡറുകൾ ഒളിച്ചു കയറാത്ത മേഖലകളില്ല. എല്ലായിടത്തും മതപരമായ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ഒരു തന്ത്രം. സ്ഥാനത്തും അസ്ഥാനത്തും മലബാർ എന്ന് പ്രയോഗിക്കുകയും മലബാറിന് ഒരു മാപ്പിള കൾച്ചറൽ പൊളിറ്റിക്കൽ രൂപം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംഭവം ഉണ്ടാക്കിയെടുക്കലൊക്കെയാണ് പ്രധാന പരിപാടി. ഇത് ഇവർ ഇടപെടുന്ന എല്ലാ മേഖലയിലും സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അതിൽ മതം തിരികലും ഇരവാദ പ്രയോഗവുമാണ് മറ്റൊരു രീതി. കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ പരിപാടിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ സംഭവം തന്നെ എടുക്കുക. അതിൽ ആദ്യം തന്നെ മുസ്ലിങ്ങളെ കണക്ട് ചെയ്ത് പ്രതികരണം നടത്തിയ BJP നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ മറുവശത്ത് നിന്നും നടത്തുന്ന മറ്റൊരു സമാന ക്യാമ്പയിൻ നോക്കുക. മുസ്ലിം അല്ലാത്തതിനാൽ കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ് പ്രതിക്ക് UAPA ചുമത്തുന്നില്ല എന്നാണ് ക്യാമ്പയിൻ. പെട്ടെന്ന് കേട്ടാൽ ആരും ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു നിരോധിത സംഘടനയുമായി ബന്ധമില്ലാതെ ഒരു സൈക്കോപാത്ത് നടത്തിയ കൊലപാതകങ്ങൾക്ക് എങ്ങനെയാണ് ദേശസുരക്ഷ ഉപയോഗിക്കുന്ന നിയമം ചുമത്താൻ പറ്റുക? ക്രൂരമായതും ആസൂത്രിതവുമായ കൊലപാതകത്തിന് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം അയാൾക്ക് ചുമത്തിയിട്ടുണ്ട് താനും. ഇത് BJP നേതാക്കൾ പറഞ്ഞതുപോലെ ലൗഡ് അല്ലാത്തതിനാൽ തന്നെ ആരും എതിർക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അപകടകരമായ രീതിയിൽ ഒരു സൈലന്റ് ക്യാമ്പയിൻ എന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണ് താനും. നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ CPIM പേരെടുത്ത് വിമർശിക്കാൻ തുടങ്ങിയത് നല്ലത് തന്നെ. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ആരാണ് മൗദൂദി സാഹിബ് എന്നും മൗദൂദി സാഹിബ് സ്വപ്നം കണ്ട മധുര മനോജ്ഞ കിനാശേരി എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ഇനി നാട്ടുകാരൊക്കെ മനസ്സിലാക്കട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.